മാന്യമിത്രങ്ങളെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഥവാ മാസങ്ങളായി നാം നേടിയെടുത്ത ആനുകൂല്യങ്ങളെ വെട്ടിച്ചുരുക്കിയ സർക്കാരിനെതിരെയും അതിനുവേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥർക്കെതിരെയും കർക്കശമായ നിലപാടുമായി നമ്മുടെ 25ാം സമ്മേളനം പര്യവസാനിച്ച 16-ാം തീയതി ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്ന പ്രഖ്യാപനത്തോടുമാണ് നമ്മൾ മടങ്ങിപ്പോയതെങ്കിൽ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലിൻ്റെ ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി 18-ാം തീയതി ശരിക്കും ഇന്നലെ നടന്ന ചീഫിൻ്റെയും ചെയർമാൻ്റെയും ധനകാര്യ പ്രതിനിധിയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ നാം മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാര പാത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് 20 രൂപ അടച്ചപ്പോഴും 10 രൂപ അടച്ചപ്പോഴും കിട്ടിയിരുന്ന റിട്ടയർമെൻറ്റ് ആനുകൂല്യം 120 രൂപയും 240 തുടങ്ങിയ 60,000 രൂപ വരെയുള്ള ഒരു പട്ടിക നമ്മുടെ കയ്യിൽ ഇരിക്കുകയും 2020 മുതൽ നമ്മൾ 50 രൂപ വീതം അടച്ചാൽ 5.5% പലിശ ചേർത്ത് പരമാവധി 1.5 ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞ TP രാമകൃഷ്ണൻ മന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപനവും ഗസറ്റ് വിജ്ഞാപനത്തിലും ഉണ്ടായ അപക്വമായ ഒരു തീരുമാനം. ഈ 5.5% പലിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ കൂട്ടാം. മാസപ്പലിശയെ കൂട്ടാം, ദിവസപ്പലിശയെ കൂട്ടാം, വാർഷിക പലിശയെ കൂട്ടാം, ക്വാർട്ടർലി പലിശയിലും കൂട്ടാം. ഇതിനൊരു വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് വാർഷിക പലിശ എടുത്ത് ഉദ്യോഗസ്ഥർ കൂട്ടിയപ്പോൾ നമുക്ക് 60,000 രൂപ റിട്ടയർമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആ പട്ടികയേക്കാൾ 12,000 രൂപ കുറഞ്ഞ ഒരു പട്ടിക വെച്ചിട്ടാണ് ഇവർ വിതരണം ആരംഭിച്ചത്. അതിനെതിരെ നമ്മൾ പോരാടിയപ്പോഴും നമുക്ക് തന്ന ഒരു ഫോർമുലയും നമ്മളെ പറ്റിച്ചതും ഈ 10 രൂപയുടെ 60,000 രൂപയുടെ പട്ടികയാണോ വലുത്, മറ്റേതാണോ വലുത്, ആ വലുത് തുക കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടു. അപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന എവിടെ, ഏത് കാലത്താണ് നമ്മൾ ഈ 1.5 ലക്ഷത്തിലേക്ക് ചെല്ലുന്നത്? നമ്മുടെ ക്ഷേമനിധിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയതുപോലെ കേരളത്തിലെ 16 ക്ഷേമനിധികളിലേക്കും ട്രേഡ് യൂണിയൻ്റേതായ ഒരു ജാഗ്രത ഉണ്ടായില്ല. നമ്മൾ 95 പ്രഖ്യാപിക്കപ്പെട്ട തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആ 96 മുതൽ നമ്മൾ അംശാദായ അടച്ചു വന്ന ഘട്ടത്തിലാണ് ഏതാണ്ട് 2000 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ കരുതൽ ഫണ്ടുകൾ കുറഞ്ഞുപോയി. അതിൽ പ്രധാനമായും സർക്കാർ വിഹിതം കുറയ്ക്കുകയും സർക്കാരിൻ്റെ സഹായം ലഭിക്കാതിരിക്കാൻ വന്ന ഘട്ടത്തിലാണ് 2008 നമ്മൾ അംശാദായി 20 രൂപയ്ക്ക് അടച്ചപ്പോഴും നമ്മൾ ആനുകൂല്യങ്ങൾ വർധനയ്ക്ക് വേണ്ടി പോരാടിയില്ല. ഇന്ന് അതല്ല സ്ഥിതി. കാരണം ഇന്ന് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പദ്ധതിക്കാണെങ്കിൽ സർക്കാർ തൊഴിലാളിയുടെ അംശാദായത്തിനോടൊപ്പം 25% കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സർക്കാർ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ 50 രൂപയുടെ അംശാദായത്തിന് 10 രൂപ പോലും സർക്കാർ കോൺട്രിബ്യൂഷൻ ഇല്ല. അതിന് പകരമാണ് ഇതിൽ റിട്ടയർഡ് ആവുന്നവരെ പെൻഷൻ സർക്കാർ കൊടുക്കാൻ തുടങ്ങിയത്. ആ പെൻഷൻ കൊടുക്കുന്ന ഈ 1,600 രൂപയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ക്ഷേമനിധിയുടെ കോൺട്രിബ്യൂഷൻ വെട്ടിക്കുറച്ചിട്ടാണ്, അല്ലാതെ അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടാണ് പകരം ബദൽ ഇത് ചെയ്തത്. ഇത് ചെയ്യുമ്പം സമസ്ത മലയാളിയും തയ്യക്കാരായവരും പെട്രോളും ഡീസലും അടിക്കുന്നതിൻ്റെ കൂടെ സെസ്സിൻ്റെ കണക്കും കൂടെ അദ്ദേഹം നമ്മളോട് പറഞ്ഞില്ല എന്ന് നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എങ്കിലും ഇന്നത്തെ ആശ്വാസം 1,01,050 രൂപയുടെ ഒരു പുതുക്കൽ പട്ടിക നമ്മുടെ മുന്നോട്ട് വെച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്ന് നമ്മുടേതായ ക്ഷേമനിധി ബോർഡിൻ്റെ 60 കോടിയിലധികം നീക്കിയിരിപ്പുള്ളതിനെ ഒരു വർഷക്കാലം ഈ സ്ലാബിലേക്ക് റിട്ടയർമെൻറ്റുകൾ കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇതിനെ നമ്മൾ ഏത് ലെവലിലേക്ക് പോകുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ആ 1.5 ലക്ഷത്തിലേക്ക് ചിന്തിക്കാമെന്ന് നമ്മൾ ഒരു ഒത്തുതീർപ്പ് ധാരണയിൽ പോയിരിക്കുന്നത് താമസം വിന ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സർക്കാർ നമുക്കിത് അനുവദിച്ച് തരുമെന്ന് പറയുന്ന സന്തോഷം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇനിയും നമ്മൾ CSR ഫണ്ടുകൾ പല കമ്പനികളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ ഇനിയും വിധവകളും നിരാലംബരുമായിട്ടുള്ള നമ്മുടെ ടൈലർ ടച്ചിൽ നിന്ന് നമ്മൾ പരിശീലനം കൊടുത്തവർക്ക് ഇനി അവസരങ്ങൾ നമുക്ക് തീർച്ചയായും നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് നാം നേടിയെടുത്ത നേട്ടങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ സംഘശക്തിയും ഒക്കെ ഒരു രീതിയിലും നമ്മുടെ കൈവിട്ട് പോകാത്ത രീതിയിൽ നമുക്കിത് സംരക്ഷിച്ച് മുന്നേറാം. ഇതിലും വളരെ വിപുലമായ സംരക്ഷണങ്ങളോടുകൂടി തന്നെ മുന്നോട്ട് പുതിയ തലമുറ
ഇതിലേക്ക് കടന്നു വരുന്നതോടുകൂടി മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ രംഗത്ത് എല്ലാ ട്രേഡ് യൂണിയനും ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന സന്തോഷം നിങ്ങളോടൊപ്പം ഞാനും പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും AKKയുടെ അഭിവാദ്യങ്ങൾ.